അപ്പോൾ 'ഗോളം' എന്ന സിനിമ എല്ലാരും ഏകദേശം കണ്ടു കാണുമല്ലോ. ഈ ഒരു ക്ലൈമാക്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരു സെക്കൻഡ് പാർട്ടിനുള്ള വകുപ്പ് ഒക്കെ പടത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഈ നായകൻ ഈ വണ്ടിയിൽ കയറി പോയിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? എന്തിനായിരിക്കും അവരുടെ ആ ഒരു സ്ഥലത്തോട്ട് പോയത്? എല്ലാവരെയും ഇടിച്ച് തെറിപ്പിക്കാനായിട്ട് സൂപ്പർമാനൊന്നും അല്ലല്ലോ. അവിടെ പോയിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും സെക്കൻഡ് പാർട്ടിലേക്കുള്ള സ്റ്റോറി ഏകദേശം എന്തായിരിക്കും എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആണ്. എന്തായാലും സ്പോയിലർ ഉണ്ടാവും. സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു പടമാണ്. അതെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഇന്റർവെൽ അടുക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. നമ്മളിത് ഹൊറർ സിനിമയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ സെറ്റായിരുന്നു. ചിലപ്പോൾ OTT കണ്ട് കഴിഞ്ഞ് ആ ഒരു ഫീൽ കിട്ടുമോ എന്നറിയില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. പിന്നെ ക്ലൈമാക്സിലായിട്ട് ഒരു സെക്കൻഡ് പാർട്ട് വരും എന്ന രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. ശരിക്കും ഒരു വില്ലൻ കൂടെ ഉണ്ട്. ആ സെക്കൻഡ് പാർട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഹീറോ ഡ്രോണൊക്കെ പറത്തിവിട്ട് അവരുടെ വണ്ടിയിലോട്ട് കയറുന്ന ചുമ്മാ അവരുടെ പുറകെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്നെനിക്ക് തോന്നിയായിരുന്നു കണ്ടു കഴിഞ്ഞപ്പം. കാരണം അവസാനം അങ്ങോട്ട് കയറി പോയിട്ട് അപ്പൊ തന്നെ എല്ലാവരെയും പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് തെളിവുണ്ടാക്കാം. അല്ലാതെ കൂടുതലൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സണ്ണി വെയിൻ അവസാനം ഓഫീസിലോട്ട് കയറി പോകുന്ന സീൻ ആപ്റ്റായിരുന്നു കേട്ടോ. കാരണം സെക്കൻഡ് പാർട്ടിലേക്കുള്ള തുടക്കം വില്ലന്റെ എൻട്രി സെറ്റാണ്. പിന്നെ ദിലീഷ് പോത്തന്റെ കഥാപാത്രത്തിന് ഫസ്റ്റ് പാർട്ടിൽ സ്ക്രീൻ സ്പേസ് ഒക്കെ ഇത്തിരി കുറവാണ്. പക്ഷെ അഥവാ സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ സണ്ണി വെയിന്റെ ക്യാരക്ടർ നല്ല സ്പേസ് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ദിലീഷ് പോത്തനെ കൊന്നതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല സണ്ണി വെയിന്റെ ക്യാരക്ടറെ കൊല്ലാനായിട്ട്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു സ്റ്റോറിയാണ്. എന്താന്ന് വെച്ചാൽ സണ്ണി വെയിന്റെ ക്യാരക്ടറില്ലേ, സണ്ണി വെയിന്റെ ക്യാരക്ടറിന് ചിലപ്പോൾ എല്ലാം മനസ്സിലായി കാണും. കാരണം ദിലീഷ് പോത്തന്റെ ക്യാരക്ടറെ ഇവരെല്ലാം കൂടി കൊന്നതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ മാത്രമല്ല ഫാമിലി കൂടി അനുഭവിക്കേണ്ടി വരും. എങ്ങനെ അറിയുമെന്നായിരിക്കും ഇപ്പോൾ വിചാരിക്കുന്നത്. ശരിക്കും ഇവരെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് സണ്ണിവേന്റെ ക്യാരക്ടർ കൂടി ചേർന്നിട്ടാണ്. അത് സണ്ണിവേന് നല്ല ബോധ്യമുണ്ടല്ലോ. സണ്ണിവേന്റെ ക്യാരക്ടർ ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ കുറച്ചു കാലം എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ പിടികിട്ടാവുന്ന കാര്യമേ സത്യത്തിലുള്ളൂ. ഈ ഒരു രീതിയിലാണ് സ്റ്റോറി എങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമന്റ് ചെയ്തേക്ക്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതേ ഉള്ളൂ. ഇത് കറക്റ്റ് ആവണമെന്ന് ഒരു ഉറപ്പുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.